എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് ഗാന്ധി ഇർവിൻ കരാർ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ ഒരു വട്ടമേശ സമ്മേളനം വിളിച്ചുകൂട്ടുകയുണ്ടായി. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യാൻ സംഘടിപ്പിച്ച ഈ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അഭാവം ഗവൺമെൻറ്റിന് ശരിക്കും ബോധ്യപ്പെട്ടു. അതിനാൽ ഒരു രണ്ടാം വട്ടമേശ സമ്മേളനം വിളിച്ചുകൂട്ടാനും കോൺഗ്രസിനെ അതിൽ പങ്കെടുപ്പിക്കുവാനും ഗവൺമെൻറ് തീരുമാനിച്ചു. പ്രക്ഷോഭത്തിൻ്റെ നടുവിൽ നിന്നിരുന്ന കോൺഗ്രസുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ വൈസ്രോയിയായ ഇർവിൻ പ്രഭു ആരംഭിച്ചു. അദ്ദേഹം ഗാന്ധിജിയെ ചർച്ചയ്ക്ക് വിളിച്ചു. 15 ദിവസത്തെ കൂടിയാലോചനയ്ക്ക് ശേഷം 1931 മാർച്ച് 5 ഗാന്ധിജിയും ഇർവിനും ഒരു ഉടമ്പടിയിൽ ഒപ്പുവച്ചു. ഗാന്ധി ഇർവിൻ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയായിരുന്നു. അക്രമപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കാമെന്ന് ഗവൺമെൻറ് സമ്മതിച്ചു. നിയന്ത്രിതമായ തോതിൽ ഉപ്പുണ്ടാക്കാനും മദ്യവും വിദേശ വസ്തുക്കളും വിൽക്കുന്ന കടകൾ സമാധാനപരമായി പിക്കറ്റ് ചെയ്യാനും ഗവൺമെൻറ് അനുവദിച്ചു. ഇതിനു പകരമായി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവയ്ക്കാമെന്നും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും കോൺഗ്രസ് സമ്മതിച്ചു. ഗാന്ധി ഇർവിൻ കരാർ ഒപ്പുവെച്ചതോടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് താൽക്കാലികമായി തിരശീല വീണു. എന്നാൽ ഈ കരാറിനെ കോൺഗ്രസിലെ പല നേതാക്കളും വിമർശിക്കുകയുണ്ടായി. നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ വിഭാഗങ്ങൾ കരാറിൽ ഒപ്പിട്ടതിനെ ഗാന്ധിജിയെ നിശിതമായി എതിർത്തു. തൊഴിലാളി കർഷക പാർട്ടിയും അഖിലേന്ത്യാ യൂത്ത് ലീഗും ഉടമ്പടിയെ അധിക്ഷേപിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ ഒന്നുപോലും ഗവൺമെൻറ് അംഗീകരിച്ചില്ല. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ വധശിക്ഷ ജീവപര്യന്തം തടവാക്കി മാറ്റണമെന്ന ആവശ്യം പോലും ഗവൺമെൻറ് നിരസിക്കുകയാണുണ്ടായത്. 1931 കറാച്ചിയിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനം ഗാന്ധി ഇർവിൻ കരാറിനെ അംഗീകരിച്ചു. ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.